കമ്പനി ബോർഡ് LGS പരീക്ഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പഠിക്കുവാനായി പോകുന്നത്. ചോദ്യങ്ങൾ നോക്കാം. പൗരത്വ ഭേദഗതി നിയമം നിലവിൽ വന്നത് എന്ന്? പൗരത്വ ഭേദഗതി നിയമം നിലവിൽ വന്നതെന്ന് എന്നായിരിക്കാം ഉത്തരം. 2020 ജാനുവരി 10 എന്നാണ്. 2020 ജാനുവരി 10. അടുത്ത ചോദ്യം. ലോകത്തിലെ ഏറ്റവും വലിയ അറബിക് ഓഡിയോ ലൈബ്രറി എവിടെയാണ്? ലോകത്തിലെ ഏറ്റവും വലിയ അറബിക് ഓഡിയോ ലൈബ്രറി എവിടെയാണ്? ഉത്തരം ദുബായ്. എവിടെയാണ്? ദുബായിലാണ്. അടുത്ത ചോദ്യം. സാധാരണയായി ബലൂണുകളിൽ നിറയ്ക്കാൻ ഉപയോഗിക്കുന്ന വാതകമേത്? സാധാരണയായി ബലൂണുകളിൽ നിറയ്ക്കാൻ ഉപയോഗിക്കുന്ന വാതകം ഏത്? ഏതായിരിക്കാം? ഹീലിയം. ഏതാണ്? ഹീലിയമാണ്. അടുത്ത ചോദ്യം. ലോകത്തിലെ ആദ്യ ഒഴുകുന്ന ആണവ നിലയം നിലവിൽ വന്നത് എവിടെ? ലോകത്തിലെ ആദ്യ ഒഴുകുന്ന ആണവ നിലയം നിലവിൽ വന്നത് എവിടെ? ഉത്തരം റഷ്യ. എവിടെയാണ്? റഷ്യയിലാണ്. അടുത്ത ചോദ്യം. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ യോഗത്തിൽ അധ്യക്ഷ പദം അലങ്കരിച്ചത് ആരായിരുന്നു? ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ യോഗത്തിൽ അധ്യക്ഷ പദം അലങ്കരിച്ചത് ആരായിരുന്നു? ഉത്തരം ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ആരാണ്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. അടുത്ത ചോദ്യം. UPSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ആരാണ്? UPSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ആരാണ്? ആരായിരിക്കും? ഉത്തരം കിട്ടിയോ? രാഷ്ട്രപതിയാണ്. ആരാണ്? രാഷ്ട്രപതി. അടുത്ത ചോദ്യം. കേരള ലിങ്കൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ്? കേരള ലിങ്കൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ്? ഉത്തരം പണ്ഡിറ്റ് KP കറുപ്പൻ. ആരാണ്? പണ്ഡിറ്റ് KP കറുപ്പൻ. അടുത്ത ചോദ്യം. ത്രികോണാകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രം ഏത്? ത്രികോണാകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രം ഏത്? ഉത്തരം പസഫിക് സമുദ്രം. ഏതാണ്? പസഫിക് സമുദ്രം. അടുത്ത ചോദ്യം. ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് പാസ്ബുക്ക് പുറത്തിറക്കിയ ബാങ്ക്? ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് പാസ്ബുക്ക് പുറത്തിറക്കിയ ബാങ്ക് ഏത് ബാങ്ക് ആയിരിക്കാം? ഉത്തരം ഫെഡറൽ ബാങ്ക്. ഏത് ബാങ്കാണ്? ഫെഡറൽ ബാങ്ക്. അടുത്ത ചോദ്യം. ലിഫ്റ്റിന്റെ ചലനം ഏതുതരം ചലനത്തിന് ഉദാഹരണമാണ്? ലിഫ്റ്റിന്റെ ചലനം ഏതുതരം ചലനത്തിന് ഉദാഹരണമാണ്? ഉത്തരം നേർരേഖാ ചലനം. ഏതാണ്? നേർരേഖാ ചലനം. അടുത്ത ചോദ്യം. ഇന്ത്യയിലെ ആദ്യ ആണവ വൈദ്യുത നിലയം? ഇന്ത്യയിലെ ആദ്യ ആണവ വൈദ്യുത നിലയം? ഉത്തരം താരാപൂർ. ഉത്തരം ഏതാണ്? താരാപൂർ. അടുത്ത ചോദ്യം. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പദ്ധതി? മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പദ്ധതി ഏതായിരിക്കാം? ഉത്തരം മൃതസഞ്ജീവനി. ഏതാണ്? മൃതസഞ്ജീവനി. അടുത്ത ചോദ്യം. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം? കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം? ഉത്തരം മംഗളവനം. ഏതാണ്? മംഗളവനം. അടുത്ത ചോദ്യം. ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതി? ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതി? ഉത്തരം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അടുത്ത ചോദ്യം.
പാർലമെന്റിന്റെ ഏത് സഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെ നേതാവാണ് പ്രധാനമന്ത്രിയാകുന്നത്? പാർലമെന്റിന്റെ ഏത് സഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെ നേതാവാണ് പ്രധാനമന്ത്രിയാകുന്നത്? ഉത്തരം ഏതാണ്? ഉത്തരം ലോക്സഭ. അടുത്ത ചോദ്യം, പാർലമെന്റ് അംഗമല്ലാതിരിക്കെ പ്രധാനമന്ത്രിയായ ആദ്യത്തെ വ്യക്തി ആര്? പാർലമെന്റ് അംഗമല്ലാതിരിക്കെ പ്രധാനമന്ത്രിയായ ആദ്യത്തെ വ്യക്തി ആര്? ആരായിരിക്കാം? ഉത്തരം SD ദേവഗൌഡ. ആരാണ്? SD ദേവഗൌഡ. അടുത്ത ചോദ്യം, ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ട ഒക്ടോബർ 31 ഏത് ദിനമായി ആചരിക്കുന്നു? ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ട ഒക്ടോബർ 31 ഏത് ദിനമായി ആചരിക്കുന്നു? ഉത്തരം ദേശീയ പുനരർപ്പണ ദിനം. മറക്കല്ലേ, എങ്ങനെയാണ്? ദേശീയ പുനരർപ്പണ ദിനം. അടുത്ത ചോദ്യം, ഉപപ്രധാനമന്ത്രി പദത്തെ പറ്റി പറയുന്ന ഭരണഘടനാ ഭാഗമേത്? ഉപപ്രധാനമന്ത്രി പദത്തെ പറ്റി പറയുന്ന ഭരണഘടനാ ഭാഗമേത്? ഉത്തരം ഭരണഘടനയിൽ പരാമർശമില്ല. മറക്കല്ലേ. അടുത്ത ചോദ്യം, രാജ്യാന്തര മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന്റെ എത്രാമത് വാർഷികമാണ് 2018 നടന്നത്? രാജ്യാന്തര മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന്റെ എത്രാമത് വാർഷികമാണ് 2018 നടന്നത്? എത്രാമതായിരിക്കും? ഉത്തരം 70ാമത്. അടുത്ത ചോദ്യം, ഏകദിന ലോകകപ്പ് കിരീടം ആദ്യം നേടിയ രാജ്യം? ഏകദിന ലോകകപ്പ് കിരീടം ആദ്യം നേടിയ രാജ്യം ഏതായിരിക്കാം? ഉത്തരം വെസ്റ്റ് ഇൻഡീസ്. ഏതാണ്? വെസ്റ്റ് ഇൻഡീസ്. അടുത്ത ചോദ്യം, ഏകദിനത്തിൽ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ താരം? ഏകദിനത്തിൽ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ താരം? ഉത്തരം കപിൽ ദേവ്. ആരാണ്? കപിൽ ദേവ്. അടുത്ത ചോദ്യം, 2007 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യൻ ക്യാപ്റ്റൻ? 2007 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യൻ ക്യാപ്റ്റൻ? ഉത്തരം രാഹുൽ ദ്രാവിഡ്. ആരാണ്? രാഹുൽ ദ്രാവിഡ്. അടുത്ത ചോദ്യം, രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്ന ജീവകം? രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്ന ജീവകം? ഉത്തരം വൈറ്റമിൻ കെ. ഉത്തരം ഏതാണ്? വൈറ്റമിൻ കെ. അടുത്ത ചോദ്യം, ഫ്രഞ്ച് വിപ്ലവത്തെ എതിർത്തിരുന്നവരെ വധിക്കാൻ ഉപയോഗിച്ചിരുന്ന ഉപകരണം? ഫ്രഞ്ച് വിപ്ലവത്തെ എതിർത്തിരുന്നവരെ വധിക്കാൻ ഉപയോഗിച്ചിരുന്ന ഉപകരണം? ഉത്തരം ഗില്ലറ്റിൻ. ഉത്തരം ഏതാണ്? ഗില്ലറ്റിൻ. അടുത്ത ചോദ്യം, ഇൻകാൻഡസെന്റ് ബൾബുകളിലെ ഫിലമെന്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹമേത്? ഇൻകാൻഡസെന്റ് ബൾബുകളിലെ ഫിലമെന്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹമേത്? ഉത്തരം ടങ്സ്റ്റൺ. ഏതാണ്? ടങ്സ്റ്റൺ. അടുത്ത ചോദ്യം, വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്? വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതായിരിക്കാം? ഉത്തരം അസറ്റിക് ആസിഡ്. ഏതാണ്? അസറ്റിക് ആസിഡ്. അടുത്ത ചോദ്യം, പഴശ്ശിയെ സഹായിച്ച കുറിച്യർ നേതാവ്? പഴശ്ശിയെ സഹായിച്ച കുറിച്യർ നേതാവ്? ഉത്തരം തലക്കൽ ചന്തു. അടുത്ത ചോദ്യം, ലിറ്റിൽ സഹാറ എന്നറിയപ്പെടുന്ന മരുഭൂമി സ്ഥിതി ചെയ്യുന്നത്? ലിറ്റിൽ സഹാറ എന്നറിയപ്പെടുന്ന മരുഭൂമി സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഓസ്ട്രേലിയ. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും വരണ്ട മരുഭൂമി ഏത്? ലോകത്തിലെ ഏറ്റവും വരണ്ട മരുഭൂമി ഏത്? ഉത്തരം അറ്റക്കാമ. ഓക്കെ.